ട്രംപിന്റെ ചാരൻ ഇന്ത്യയിൽ പിടിയിൽ. ഇന്ത്യക്കുള്ളിൽ തീവ്രവാദ പ്രവർത്തനം നടത്താൻ പ്രോത്സാഹനവും എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കാനും ഇന്ത്യക്കെതിരെയും മ്യാൻമാറിനെതിരെയും കലാപങ്ങളും സിവിൽ വാറുകളും ഉണ്ടാക്കാനും ശ്രമിച്ച മാത്യു വാൻ ഡെയ്ക്കിനെ അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? അർണബ് ഗോസ്വാമി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ. ഞാൻ ഇതെല്ലാം ഇടുന്നതെന്ന് പറഞ്ഞാലേ ഇത് കണ്ടെങ്കിലും ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ മനസ്സ് നന്നാവട്ടെ, അവർക്ക് ബുദ്ധിയും ബോധവും വെക്കട്ടെ എന്നുദ്ദേശിച്ചുകൊണ്ടാണ്. ഓർക്കുക, ആരാണ് അറസ്റ്റിലായത്? നമുക്ക് അതിന്റെ ആദ്യം മലയാളം വാർത്ത കാണാം. സംഘടനകൾക്ക് പരിശീലനം നൽകിയ വിദേശ പൗരന്മാരുടെ അറസ്റ്റിൽ കൂടുതൽ കണ്ടെത്തലുമായി NIA. 20 വിദേശികളാണ് ഭീകരവാദികൾക്ക് പരിശീലനത്തിനായി എത്തിയതെന്നാണ് വിവരം. റഷ്യൻ ഏജൻസികളാണ് ഇവരുടെ ഇന്ത്യയിലെ സാന്നിധ്യത്തെ കുറിച്ച് വിവരം നൽകിയെന്ന് ഒന്നുകൂടെ കേൾക്കാം. വിഘടനവാദി സംഘടനകൾക്ക് പരിശീലനം നൽകിയ വിദേശ പൗരന്മാരുടെ അറസ്റ്റിൽ കൂടുതൽ കണ്ടെത്തലുമായി NIA. 20 വിദേശികളാണ് ഭീകരവാദികൾക്ക് പരിശീലനത്തിനായി എത്തിയതെന്നാണ് വിവരം. റഷ്യൻ ഏജൻസികളാണ് ഇവരുടെ ഇന്ത്യയിലെ സാന്നിധ്യത്തെ റഷ്യയാണ് ഇന്ത്യ അറിയിച്ചത്. അങ്ങനെയാണ് ഈ അമേരിക്കക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തത്, നമ്മുടെ NIA അറസ്റ്റ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെ അമേരിക്കയിൽ നിന്നെത്തിയവർ. പ്രിയരാഗ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദി സംഘടനകൾക്ക് പരിശീലനം നൽകിയ വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്ത വാർത്ത ഞെട്ടലോടെയാണ് ടൂറിസ്റ്റ് വിസയിലടക്കം ഇന്ത്യയിലേക്ക് കടന്ന ഉക്രൈൻ അമേരിക്കൻ പൗരന്മാർ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഈ വിഘടനവാദി സംഘടനകൾക്ക് അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും അടക്കം ഉപയോഗിക്കാൻ പരിശീലനം നൽകി എന്നുള്ളതാണ് NIAയുടെ കണ്ടെത്തൽ. ഏതായാലും ഈ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ NIA പറയുന്നതനുസരിച്ച് 20 പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ വിഘടനവാദി സംഘടനകൾക്ക് പരിശീലനം നൽകാൻ ഇന്ത്യയിലെത്തിയത്. ടൂറിസ്റ്റ് വിസയിലെത്തിയ ശേഷം ഇവർ വിദേശികൾക്ക് പോകാൻ കഴിയാത്ത ഇന്ത്യൻ മേഖലകളുണ്ട്, പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില മേഖലകൾ, അവിടേക്ക് കടന്നുകൂടുകയും അവിടെ നിന്ന് പിന്നീട് മ്യാൻമാർ അതിർത്തി കടന്ന് ഈ വിഘടനവാദി സംഘടനകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെത്തി പരിശീലനം നൽകുകയായിരുന്നു. 4 ബാച്ചുകളായി തിരിച്ചിരുന്ന സംഘടനകൾക്ക് ഈ അറസ്റ്റിലായ അമേരിക്കൻ പൗരൻ മാത്യു വാൻ ഡെയ്ക്ക് ഉൾപ്പെടെയുള്ളവർ പരിശീലനം നൽകി. ഇന്ത്യക്കുള്ളിൽ തീവ്രവാദവും വിഘടനവാദവും വളർത്താൻ അമേരിക്കൻ താല്പര്യങ്ങൾ. അത് അർണബിന്റെ റിപ്പോർട്ടും കൂടെ കേൾക്കാം. ഇവർ കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെ തന്നെ തുടരുകയാണ്. മാത്രമല്ല, ഈ മാത്യു വാൻ ഡെയ്ക്ക് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി അടക്കം പണം ശേഖരിച്ച് ആ പണം ഈ വിഘടനവാദി സംഘടനകൾക്ക് ആയുധങ്ങൾ വാങ്ങാനും ഡ്രോണുകൾ വാങ്ങാനും അടക്കം തന്നെ ചെലവഴിച്ചു എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തി. ആയുധങ്ങളും ഡ്രോണുകളും വാങ്ങാൻ ഇനിയും നമുക്ക് സാക്ഷാൽ വലതുപക്ഷക്കാർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അർണബ് ഗോസ്വാമിയെ തന്നെ ഒന്ന് കേട്ട് കളയാം. അർണബ് ഗോസ്വാമി യാതൊരു മടിയുമില്ലാതെ കട്ടിപ്പിച്ചു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും യഥാർത്ഥത്തിൽ എത്രമാത്രം വലിയ അപകടമാണ് അതെന്നും. അതായത് ഓർക്കുക, ഇന്ത്യയുടെ ഉള്ളിൽ കടന്ന് global war, as I predicted, has happened and turned out that it's going to get worse over Matthew Van Dyke. Yesterday onwards, I've been talking about the story for the last 2 days. Matthew Van Dyke is a 45 to 47-year-old American trained mercenary. He goes around the world fighting for American interests. He's believed to be working on behalf of the CIA and the American intelligence agency. അമേരിക്കയുടെ CIA On March, Matthew Van Dyke was arrested from Kolkata. He was operating in India's northeast. And what he was trying to do was take drones and arms from India through the land route into Myanmar. Why is he taking this to Myanmar? Because in Myanmar, America wants to build big military bases. America has influence across the Indian border in Myanmar, and they can base themselves there. Their mercenaries, their soldiers, they're trained, armed, quote unquote, supported and financed. ഇത് കാണുമ്പോ നിങ്ങളൊരു രാജ്യസ്നേഹിയാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പൊ ഇറാനിൽ കയറി ഖൊമേനിയെ കൊന്നപ്പോ ഇറാൻകാർക്ക് എന്ത് ദേഷ്യം ഉണ്ടായിക്കാണും? Otherwise, why did American mercenaries reach Mizoram and Manipur? How are drones landing in Manipur? Who is training these people? It is these Americans who are directly or indirectly involved in carrying out terrorist activities. American intelligence operation towards India. ട്രംപിന്റെ അടക്കം സ്വാധീനം കാണുന്നത്. Now, ladies and gentlemen, Matthew Van Dyke, he's caused global crisis. He's a 46-year-old ലോകത്തിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. And according to the inputs of the airport immigration officials and the Bidhannagar police, he was detained at Kolkata airport on 12th March 2026, just before he was going to take a Fly Dubai flight, FZ462 to Dubai. ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കും. He was planning to take another flight to Warsaw in Poland via a flight FZ1839. I have the numbers.
The NIA formally took him to custody on 14th of March 2026. Now he is in our custody. And my information is the backroom discussions have begun. The American embassy is working the phones. American officials are trying to contact high-ranking Indian officials to somehow secure the release of this man, 46-year-old Matthew Von Dyke. He's clearly hot property because every time he goes and does something important for the American military, then he gets into trouble and they get him out. And he's made a story of this. Wherever he goes, he's fighting for American interests. So if he's here in India, have no democracy. He's fighting democracy. American interest. Let me list out his history of getting detained in foreign countries and being rescued. In 2009, Van Dyke was arrested in Iraq, and the American State Department worked very hard to secure his release, which means for America, for the America's CIA, for their intelligence agencies, for their entire military setup, Matthew Van Dyke is a very important person. These people never rescued so many Americans in Vietnam or even in the Middle East. So many Americans are stuck with the American State Department is not trying to Middle Eastern boy, Alcarella, Van Dyke. Van Dyke is operative one. Van Dyke, I'm told everybody is involved. Even Sergio Gore is getting involved right now, the new Trump-supported ambassador who's landed in Delhi. In 2010, Matthew Van Dyke landed in Afghanistan. And when he lands in Afghanistan, again he was arrested. Again, the American military sent planes to secure his release and get him out. So he's not an ordinary property. He's hot property. ആ വാർത്തകൾ കാണുക, ഓർത്തു നോക്കുക. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു അമേരിക്കൻ ചാരൻ നമ്മുടെ നാട്ടിൽ വന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് എന്തുമാത്രം ദേഷ്യം തോന്നിക്കണ്ടാവും. രാജ്യസ്നേഹിയാണെങ്കിൽ ദേഷ്യം തോന്നും. കാര്യം അമേരിക്കയോട് നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കുന്ന രാജ്യമാണ്. നമ്മുടെ നാടിനുള്ളിൽ അങ്ങനത്തെ ഓപ്പറേഷൻസ് പാടില്ല. ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവും, അതെപ്പോഴും ഉണ്ടാവും. എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവും, ഇന്ത്യക്കും ഉണ്ട്, അമേരിക്കയ്ക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കാനും വിഘടനവാദം ഉണ്ടാക്കാനും അവർക്ക് ഡ്രോൺ ട്രെയിനിങ്ങും ആംസ് ട്രെയിനിങ്ങും കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തോട്, ഇന്ത്യ മഹാരാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. അതിനെതിരെ ശക്തമായ ഒരു എന്താ പറയണേ അവയർനെസ് നമുക്ക് ഉണ്ടാകണം. അമേരിക്ക ഇങ്ങനെ രാജ്യങ്ങളിൽ കടന്നു കയറുന്നത് തെറ്റാണ് എന്ന നിലപാടെടുക്കണം. അമേരിക്ക എന്ന രാജ്യത്തോട് ആർക്കും എതിർപ്പില്ല. പക്ഷെ ട്രംപ് പോലത്തുള്ള ഭരണാധികാരികളുടെ നയങ്ങളോടും നിലപാടുകളോടുമാണ് എതിർപ്പ്. ഓർക്കുക, ഇന്ന് അവരിത് ചെയ്തെങ്കിൽ നാളെ അതിന്റെ ഇരട്ടി ചെയ്യും. നമ്മുടെ നാടിനുള്ളിൽ അങ്ങനെ ഒരു വിദേശ രാജ്യത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയായിരിക്കും, ഇടതും വലതും മധ്യവും ഒക്കെ അടിയായിരിക്കും. പക്ഷേ വിദേശികൾ വന്ന്, വിദേശത്തെ ആൾക്കാർ വന്ന് നമ്മുടെ രാജ്യത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സമുദായങ്ങൾക്ക് തമ്മിൽ കലാപം ഉണ്ടാക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്തത് വളരെ നന്നായി. ശക്തമായ നടപടികൾ ഉണ്ടാകണം. ഇതുപോലുള്ള സ്പൈസിനെ നമ്മുടെ രാജ്യത്തിലേക്ക് ഒരു കാരണവശാലും കയറ്റിവിടണം. ജയ് ഹിന്ദ്.